ചാരിക്കൊരു സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ബെസ്റ്റ് സിമുലേറ്ററിൻ്റെ മറ്റൊരു ഗെയിം പ്ലേ വീഡിയോറ്റാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇന്ന് നമുക്കൊരു KSRTC ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പോകണം. അതേപോലെ തന്നെ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. വണ്ടിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നടിച്ച് കഴിഞ്ഞാൽ വണ്ടി, രണ്ടടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തുറക്കും, പിന്നെ മൂന്നടിച്ച് കഴിഞ്ഞാലും അതേപോലെ തന്നെ തുറക്കും. ഓക്കെ, പിന്നെ ഡോറൊക്കെ ഇങ്ങനത്തെ ഡോറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി മാത്രം കയറ്റിയതാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബസ് സ്റ്റോപ്പിലെത്തണം. ഇന്ന് പെട്ടെന്ന് പോടേ. KSRTC സൂപ്പർ ഫാസ്റ്റാണ് നമ്മളായി കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എൻ്റെ വീട് ഇവിടെ അടുത്താണ് ഗൈസ്. എൻ്റെ വീട്ടിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോണ വീഡിയോ ഉടനെ തന്നെ വരുന്നത്. ഞാൻ അത് അപ്ലോഡ് ആക്കാതെയാണ് ഈ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാനുവാങ്കി. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടെ ബാനുവാങ്കിലെ ടെർമിനൽ. ഇങ്ങോട്ടാണ് നമുക്ക് കയറാൻ. ഇവിടെ നമ്മളെ പിള്ളേർ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാനൊന്നും ഇല്ലല്ലേ. ഗൈസ് കണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇന്റീരിയർ. അത്ര അങ്ങ് പോരല്ലേ എനിക്ക് തോന്നി. അഡ്ജസ്റ്റ് ക്യാമറയിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ച് നീക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സെറ്റാക്കിയാണ് നമ്മൾ നിർത്തിയിട്ടുള്ള വണ്ടീനെ. അയ്യോ ചുണക്കുട്ടിയാണ്ട്. വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് റിപ്പയർ ചെയ്തൊക്കെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കെയർ ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ KSRTC നമ്മൾ എടുക്കുകയാണ്. സോറി വണ്ടി ഇടിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാനുവാങ്കി ടു മലങ്കന്നാങ്ങാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ. അതേ ഗൈസ്, മലങ്കിലോട്ട് നമുക്ക് പോകണം, ബലങ്കന്ന്. ഇപ്പോൾ പണ്ട് ഞാൻ മലങ്കിൽ ഒരു ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഞാൻ ബാനുവാങ്കി സ്റ്റേഷനിലെ ഡ്രൈവറായി. ബാനുവാങ്കിയാണ് മലങ്കിനെക്കാട്ടിയും കൂടുതൽ സൂപ്പർ. കാരണം മലങ്കിൽ കുറേ ടോളൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ടോളൊക്കെ കൊടുത്താലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റൂ. നിങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നു. ഓഫ് റോഡാണ്. ഓക്കെ, നമ്മളിതാ തിരിച്ചു വന്നിട്ടുണ്ട്. പാട്ടൊക്കെ സൂപ്പറായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ലൊരു പ്ലേസാണ്. ഇവിടുത്തെ മാപ്പ് ഞാൻ കട്ടൊന്നും ചെയ്തൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. സ്ഥലത്തിൻ്റെ പേര് കരിക്കെന്നാണ് കേട്ടോ.
അടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ ഇൻഷോട്ടിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടും കൂടെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് അടിക്കാതെ ഞാൻ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കാം. എനിക്ക് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേഷൻ പോകും ഗൈസ്, അതാണ് വേറൊരു സത്യം. ഇവൻ എന്താടെ ഒന്ന് സൈഡ് ആടെ ഹോൺ ഡിസൈൻ കയറിയിട്ടുണ്ട്. കസ്റ്റമൈസ് ഹോൺ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെനിക്കറിയാം. ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടുന്ന ഒരാളല്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പരിപാടികളൊക്കെ എനിക്ക് ചിലതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഒരുത്തനാണെങ്കിൽ ഗൈസ് നേരത്തെ ഒരുത്തനാണെങ്കിൽ വണ്ടിയും കൊണ്ടുവന്ന് കയറ്റി 97 ഹെൽത്ത് പോയിൻ്റ് ആക്കി കളഞ്ഞു ഗൈസ്. എൻ്റെ കൈ കിട്ടിയോണ്ടല്ലേ അവൻ ഇറങ്ങി വരാത്തതുകൊണ്ടാണ്. ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യാണ്. ഇന്ത്യൻ ബൈക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ആടിച്ച് അവൻ്റെ മൂക്കാമണ്ട കലക്കി കളഞ്ഞു. കണ്ട ഇപ്പോൾ വീണ്ടും ഞാൻ ഇടിച്ച്. എല്ലാം കുഴപ്പമാണ്. ദുരന്തങ്ങളുടെ അങ്ങേ അറ്റത്തെ ദുരന്തം പെട്ടെന്ന് മാറും. എൻ്റെ ഇവിടുത്തെ ബാനുവാങ്കിലെ വീടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു പ്ലേസും പിന്നെ നല്ല ഇതെല്ലാം ഓഫ് റോഡൊക്കെ ഉള്ളൊരു പ്ലേസിലാണ്. അതെന്തോ ഒന്ന് വന്നിട്ടുണ്ട്. കയറാനും സമ്മതിക്കില്ലല്ലേ. അയ്യോ 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 അയ്യോ. ഇതേതാ റൈസ് ഹെൽമറ്റ് ജലാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തുടങ്ങി കരക്കിലാനിപ്പോൾ തീരുമായിരിക്കും ഇല്ല. കരിക്ക് തീരാറായി. ഇടയ്ക്ക് വെച്ച് കട്ടാവുന്നുണ്ട്. എനിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. അറിയാവുന്ന ഹോണറുള്ള മച്ചാന്മാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, ഇതെന്താണ് ഇങ്ങനെ നിന്ന് പോണേന്ന്. അള്ളാഹുവെ നിൽക്കല്ലേ, അള്ളാഹുവെ നിൽക്കല്ലേ, അള്ളാഹുവെ നിങ്ങളാരാണ്, അള്ളാഹുവെ നിർത്തല്ലേ, അള്ളാഹുവെ സ്ക്രീൻ റെക്കോർഡ് നിർത്തല്ലേ, അള്ളാഹുവെ സ്ക്രീൻ റെക്കോർഡ് നിർത്തല്ലേ. വേണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ഓടണം. പറ്റത്തില്ല. അള്ളാഹു നമ്മളെ കാക്കുന്നുണ്ട്. വണ്ടി കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഓട്ടിക്കണം. മാറില്ല. ഞാൻ ഇവിടെ കിരിക്കലും ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വരണേണ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ സ്ഥലവും തരൂല. ഇപ്പോൾ ഒരു KSRTC ഇവിടെ വഴി കൂടെ പോയിട്ടുണ്ട് ഗൈസ്. വഴി കൂടെ ഇപ്പോൾ പോയതേ ഉള്ളൂ. ശബ്ദം കേട്ടാണ്. ഓക്കെ, ഞാൻ ബസ് സിമുലേറ്ററിൻ്റെ അകത്തൊക്കെ ഈ ഡോട്ട്സ് കാണും ഗൈസ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും. കാരണം ചില മച്ചാന്മാരിക്കുന്ന എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെയുള്ള മച്ചാന്മാർക്ക് എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. മലങ്കെത്താൻ ഇനിയും ദൂരം ഉണ്ടല്ലേ അമ്മച്ചി. മലങ്കെത്തി.
മലങ്കി എത്തിയിട്ടുണ്ട്. വേണ്ട, വീണ്ടും മലങ്കി ഇടിച്ചിട്ടുണ്ട്. എന്തായാലും KSRTC അടുത്ത പ്രാവശ്യം മറ്റന്മാർ ഗവൺമെൻറ്റിൻ്റെ അല്ലേ, നമ്മളവിടെ കൊണ്ടുവന്ന് ഇടിച്ചാലും നമുക്ക് വലിയ വില പോകുന്നില്ലേ. നമ്മളങ്ങ് ഓടിച്ചങ്ങ് കൊടുക്കുക. വണ്ടി ചളുക്കമൊന്നും ഡ്രൈവറിനെ ബാധിക്കുന്ന കേസല്ലേ. എന്തായാലും ഡ്രൈവറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടേക്കാം. എന്തായാലും ഇടിച്ച് പൊളിയും കുറച്ച്. ഓക്കെ, കിടന്ന് വലിയൊരു ടേൺ വരുന്നുണ്ട്. ഇത് നമുക്ക് ആസ്വദിച്ച് തന്നെ വളയ്ക്കണം, എന്നാലും അതിൻ്റെ ഒരു ആസ്വാദനമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കയറി. അതാണ് KSRTC. ഞാൻ പെട്ടെന്ന് പേടിച്ചു കേട്ടാ. വന്ന് കയറി തന്നു. പിന്നെ നമ്മുടെ സിഗ്നലൊന്നും നമ്മൾ പിന്നെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പാലിക്കാനൊന്നും ഇല്ല ഗൈസ്, അത് വേറെ കാര്യം. ഗൈസും കാണുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാർ രൂപേഷ് കാണുന്നുണ്ട്, ഹാഫിസ് കാണുന്നുണ്ട്, ആദിത്യൻ കാണുന്നുണ്ട്, നഹിയാൻ കാണുന്നുണ്ട്, ആദിൽ കാണുന്നുണ്ട്, സുഫിയാൻ വരെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും, റഫ്സാൻ വരെ ഗൾഫിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും. എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ആദിൽ, പിന്നെ നമ്മളാ സിയാൻ, ഹാഫിസ് അലിഖാൻ ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ വണ്ടി ഇങ്ങനെ പറത്തിച്ച് കുണ്ടും കുഴിയിലൊക്കെ ചെന്ന് ചാടിച്ച് കയറ്റി കൊടുത്തേനെ. ഇപ്പം എൻ്റെ പൊന്നെ മിററൊക്കെ ഉണ്ട്, പക്ഷെ നോക്കാനൊന്നും ഇല്ല ഞാൻ. അത് വേറൊരു സത്യം. വണ്ടി പറപ്പിച്ചാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ബന്ധുക്കളായ അസ്ബഹ്, സയ്യിദ് അലി, അഫ്ലി അലി കാക്ക. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അബ്ദുൽ അക്ബർ, എൻ്റെ പള്ളിയിൽ പഠിക്കുന്ന അബ്ദുൽ അക്ബർ, എല്ലാവരും കാണും. മുത്തലിഫ് കാക്ക, അയ്യോ അലിഫായി പൊളിഞ്ഞടാ പോച്ച്. കറക്റ്റ് മുത്തലിഫിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി പോയി ഇടിച്ച് തോന്നാം. അങ്ങനെ ഇവിടെ പിടിച്ചിട്ടാലും അങ്ങനെ തന്നെ. ഓക്കെ ഗൈസ്, നമ്മളിതാ തുടങ്ങി. ലുമാൻജി ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലുമാൻജി സ്ഥലം അടുത്തത് അമ്മച്ചി. ഇതുവഴി കൂടെ കയറി പിടിക്കാൻ കുറച്ച് പാട് വിടും കേട്ടോ. കൈ ഇരിക്കണ KSRTC അല്ലേ. ജസ്റ്റ് മിസ്. വണ്ടിയൊക്കെ ഇങ്ങനെ പറത്തി എടുക്കും. മിന്നലാണ് ഞാൻ. അടുത്ത പ്രാവശ്യം നമ്മൾ KSRTC മിന്നൽ ബെറ്റ കൊണ്ടുവരും. മിന്നലായിട്ടുള്ള ബെറ്റയാണത്. KSRTC മിന്നൽ ബെറ്റ എപ്പോഴും പറന്ന് നടക്കും. നമ്മൾ മിന്നലായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന. മിന്നൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമേ. പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെ നമുക്ക് മലങ്കിക്കൊണ്ടങ്ങ് ഇരിക്കുക. ഇനി നമുക്ക് വോയിസ് റെക്കോർഡായിരിക്കും. ഓക്കെ, ഇപ്പം വോയിസ് റെക്കോർഡിങ് ആണ്. ഇപ്പോൾ നമ്മൾ മലങ്ക് എത്തിയിട്ടുണ്ട്. ഫൈനലി റീച്ചഡായിട്ടുള്ള മലങ്ക്. ഇടയ്ക്കിടെ നല്ല ഫണ്ണിയസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചില മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയുന്നതിന് മിസ്റ്റേക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന്. അത് ഞാൻ കറക്റ്റായിട്ട് പിന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സിഗ്നൽ ഇപ്പോൾ തീരുമെന്ന് തോന്നുന്നു. മഞ്ഞയായി ഇപ്പോൾ പച്ചയായി അങ്ങനെ സിഗ്നലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളെ സിറ്റിയിൽ. മഴ പെയ്യും, മഴ ചിലപ്പോൾ പോവും, അങ്ങനെയാണ്. മഴ വരും, മഴ പോവും, പിന്നെ വീണ്ടും വരും, പിന്നെ വീണ്ടും പോകും. ഒരു ദിവസം തന്നെ ഇതിൻ്റെ അകത്ത് ഇന്തോനേഷ്യക്കകത്ത് ഈ ബസ് സിമുലേറ്ററിൻ്റെ അകത്ത് കുറേ പ്രാവശ്യം മഴ പെയ്യും പോവും, മഴ പെയ്യും പോവും, മഴ പെയ്യും പോവും, മഴ പെയ്യും പോവും. ഇത് തന്നെയാണ് ഇവിടുത്തെ പതിവ് സാധനം. വോയിസ് റെക്കോർഡിംഗ് ആണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇനിയുള്ള വീഡിയോസുകൾ
വരുമേ. ഓക്കെ ഗൈസ്, നമ്മുടെ ടെർമിനലിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ടെർമിനൽ ആർജോസാറിയിലല്ലേ നിർത്താൻ? ആർജോസാറി മലങ്ക് വഴി കൂടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു കറങ്ങണം ഗൈസ്, എന്നാലേ എനിക്ക് അങ്ങ് തൃപ്തിയാവത്തുള്ളൂ. വൈപ്പറൊക്കെ നിർത്തിയേക്കാം. അടുത്ത KSRTC ഓട്ടത്തിന് ഇനിയും നമുക്ക് കാണാം. ഇതേപോലുള്ള KSRTC ആയിരിക്കണമെന്നില്ല, വേറെ മോഡലിലുള്ള KSRTCകളും ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ തുറന്നിരിക്കലായിരിക്കും. ഗുഡ് ബൈ.